ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8000 800120. ഈ പാടത്ത് എന്തോരം കൊയ്ത്ത് മിഷൻ ഉണ്ടെന്നറിയോ? അതിൽ ഏതെങ്കിലും ഒരു കൊയ്ത്ത് മിഷൻ ഇവിടെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഇവിടെ ഈ തുള്ളാട്ടം എനിക്ക് കാണണ്ടായിരുന്നു. ആഹാ, ആ കടയിൽ ഒരു ചായ കുടിക്കാൻ ഒരുത്തം വന്നിട്ട് ഇപ്പൊ 1 മണിക്കൂർ കൂടുതലായി. അവൻ ഇതുവരെ എഴുന്നേറ്റ് പോയില്ല. ഞാൻ നടി എന്താടി? അത് പറഞ്ഞപ്പോ അവൻ എഴുന്നേറ്റ് അങ്ങ് പോയി. അത് കൊള്ളാം. അതെ, മര്യാദക്ക് വേണം ജോലി ചെയ്യാൻ. കൂടുതൽ ആത്മാർത്ഥത ഒന്നും കാണിക്കണ്ട കേട്ടോ. അയ്യോ, ആത്മാർത്ഥമുണ്ടൊന്നും അല്ല. മുതലാളി രാവിലെ എന്റെ മുഖത്തൊക്കെ ഒരു ചൊറിയുന്ന വർത്താനം പറഞ്ഞത്. ആണോ? ഞാനത് ഇതിനകത്ത് അങ്ങ് ചവിട്ടി അങ്ങ് തീർക്കുവാങ്ങ്. അങ്ങനെയാണെങ്കിലേ ഇതോടും കൂടെ ഒന്ന് ചവിട്ടിയാരെ. അയ്യോ, അതെന്തിനടി? ആ മുതലാളി രാവിലെ എന്റെ അടുത്ത് ഒരു ചൊറിയുന്ന വർത്താനം പറഞ്ഞു. ഹെടി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. വിതയ്ക്കുന്നവൻ കൊയ്യുന്നില്ല, കൊയ്യുന്നവൻ വിതയ്ക്കുന്നുമില്ല. ഇത് പറയാനാണ് ഇത്ര കിടന്ന് കിതയ്ക്കുന്നത്. നിന്റെ വായിന്ന് പദവരെ എവിടെങ്ങാരും മാറി. എടി, നിന്റെ ഭർത്താവേ ഇന്നലെ വെച്ചോട്ടമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അയ്യോ, അത് ഞാൻ പറയാടി. എടി, ഇന്നലെ രാവിലെ SKSന്റെ ഒരു സാറ് വീട്ടിൽ വന്നായിരുന്നു. ലോണിന്റെയോ? ഇങ്ങാരാണെങ്കിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ ഇങ്ങാരോട് പറഞ്ഞു, മനുഷ്യ SKSന്റെ സാറ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു തരുവേ. ഇറങ്ങി ഒരൊറ്റ ഓട്ടം. അയ്യോ, എന്നിട്ട് അടുത്ത പൊട്ടക്കണ്ടിന്ന് ഒക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. എന്തിനാണ് ലോണിന്റെ സാറ് വന്നിട്ട് ഇവിടെ ഇറങ്ങി ഓടിയത്? ഇങ്ങാര് കേട്ടതേ എക്സൈസുകാര് വന്നെന്നാ. അടുക്കളക്കകത്തിട്ട് വാറ്റുമ്പോ ഓർക്കണമായിരുന്നേ. അയ്യോ, പോട്ടി ഇടുന്നു. പട്ടിയല്ലെന്ന് ഞാൻ കോട്ടുപോയിട്ടാ. എന്താടി? അത് ഇന്നലെ ശകലം പോലും ഉറങ്ങാൻ പറ്റിയില്ലടി. അതെന്താടി? ഞാൻ ഒരു സ്വപ്നം കണ്ട് വെളുപ്പാങ്കാലത്ത്. എന്തോ സ്വപ്നമാ കണ്ടത്? ഈ 10 ഏക്കർ മൊത്തം ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കൊയ്തടി. ആണ്. എന്നിട്ടെന്തോ നേരം വെളുത്ത് നോക്കുമ്പോ കെട്ടേന്റെ നെഞ്ചത്ത് ഒരു രോമം പോലും ഇല്ല. അത് പോലടി, സാരമില്ല. അടുത്ത പ്രാവശ്യം കൃഷി ഇറക്കുമ്പോഴേ നിന്റെ കെട്ടിയുടെ നെഞ്ചത്തോടെ കുറച്ച് വിത്ത് ഇറക്കാം. ഈ വിത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. എന്തുവാ? നമ്മൾ ഈ ഞാറ് നടത്തില്ലയോ? ആ ഞാറ് നടുമ്പോ അതിനിടയ്ക്ക് ഒരു ചെറിയ പുല്ല് കളിച്ച് വരില്ല. അതിന് പേരെന്ത് വരുന്നടി? അത് കള. അതെങ്ങനെയാ കളയുന്നത്? എനിക്കറിയാത്തോണ്ടല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്. അതെന്നാ കളയെന്ന് പറയുന്നത് എന്തുവാ? എടി, അത് കളയെന്ന്. അത് കൊള്ളാം. ഒരാളൊരു കാര്യം ചോദിക്കാൻ അറിയത്തില്ല, പറഞ്ഞു തരണം. അല്ല, കള കള കളന്ന് പറഞ്ഞു ഞാനെന്താ പറയാനാ? എടി, ഞാറിന്റെ ഇടയ്ക്ക് കിളിച്ചു വരുന്ന സാധനത്തിന്റെ പേരാ കള. അത് പറ. അത് പറയല്ല, കള. നീ അത് കള. ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോ അവൾ അത് കളയാൻ പറയുന്നു. അതെന്താ പറച്ചില്ല ഇത്? ഇതാ ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കരുത്. ഓ, നിന്റെ മൂഡ് ശരിയല്ല. അയ്യോ, ഞങ്ങൾ പാവത്തങ്ങളല്ല, ഞങ്ങൾക്ക് ഇത്രയും മൂടൊക്കെ ഉള്ളു. എടി, പിന്നെ നമ്മുടെ അശോകന്റെ മോളില്ലയോ അമ്പിളി? നീ പണിക്ക് വന്നെങ്കിൽ പണി ചെയ്യണം. പറയട്ടടി. അല്ലാതെ അശോകന്റെ മോൾ ഒളിച്ചോടിപ്പോയത്. അതാ പറഞ്ഞ, പണിക്ക് വന്നെങ്കിൽ പണി ചെയ്യണം. അല്ലാതെ കണ്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവും എന്റെ അടുത്ത് പറയരുത്. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ പറയുന്നില്ല കേട്ടല്ലോ. ഏതാ അശോകന്റെയാ? അത് വടക്കേല്. അയ്യോ, ഇവിടെ താഴെ. എടി, നമ്മുടെ വടക്കേൽ അശോകനില്ലേ? അവന്റെ മോടെ കാര്യം എനിക്ക് അന്നേ അറിയാടി. അവിടെ മൂത്ത മോള് പോയപ്പോഴേ എനിക്കറിയാം ഇളയവളും പോവുമെന്ന്. ആണോ? അയ്യോ, പിന്നെ ആ വീടിനെ കുറിച്ച് മൊത്തം ചരിത്രം എനിക്കറിയാം. ഞാൻ പിന്നെ ഇതിങ്ങനൊന്നും ആരോടും പറയത്തില്ല. അതെന്താന്നറിയാവോ? എനിക്ക് ഈ പരദൂഷണം പറയുന്നത് ഇഷ്ടമല്ല. അത് ശരി. എടി, സുഷമയുടെ കാര്യം അറിഞ്ഞായിരുന്നോടി? അയ്യോ, സുഷമയ്ക്ക് എന്താ പറ്റി? എടി, സുഷമ ഒളിച്ചോടി പോയെന്ന് കെട്ടിയവന്റെ കൂടെ. ആരെങ്കിലും കെട്ടിയവന്റെ കൂടെ ഒളിച്ചോടി പോകാൻ പറ്റുമോ? അവിടെ കെട്ടിയവന്റെ കൂടെ അല്ല പോയത്, പിന്നെ സിന്ധുവിന്റെ കെട്ടിയവന്റെ കൂടെ. ഇങ്ങനെ കടന്നാ മതിയോ? പണി ചെയ്യണ്ടായോ? അതിന്റെ മൂഡ് അങ്ങ് മാറി. ഗൾഫിൽ നിന്ന് ആരാണ്ട് വരുമെന്ന് പറഞ്ഞില്ലായിരുന്നു? അയ്യോ, കൊച്ചു മുതലാളി. കൊച്ചു മുതലാളി. അത് പറഞ്ഞപ്പോ എന്താ അവിടെ ഒരു നാണം കണ്ടോ? ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേടി. ആണോ? ബാല്യകാല സുഹൃത്തുക്കളാ. പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടേ? കഴിക്കാന്ന് ഇത്രയും ജോലി ചെയ്തില്ല, എന്തായാലും ക്ഷീണിച്ചിരിക്കുമല്ലേ. അയ്യോ, നിനക്കെന്നാടി? 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 നിനക്കെന്താടി? നിനക്കെന്നാടി? നിനക്കെന്തായാലും നോക്കണ്ടാടി. എടി, നിനക്കെന്തോ കഴിക്കാനെന്നാ? എനിക്ക് കപ്പയും ചമ്മന്തി അടി. നിനക്കോ? എനിക്ക് കഞ്ഞി, ചമ്മന്തി, അച്ചാറ്, പപ്പടം. ഇത് കഴിച്ചോ, ഞാൻ ഇത് കഴിച്ചോളാം. അയ്യോ, ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ, ഇതിനകത്തൊന്നും ഇല്ലല്ലോ. അതെന്നാ പാത്രത്തിൽ ദുഃഖൃഷിയാണോ കഴിച്ചത്? ഇതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല.
കിട്ടിയ സമയം കൊണ്ട് അതങ്ങ് തീർത്തല്ലോ. ആ ആ. ഈ മുതലാളി വരുന്നുണ്ട്. മുതലാളിയോ? ആ എടി പെണ്ണുങ്ങളെ, എന്തോ? പാടത്തെ പണി കഴിഞ്ഞോ? ഇല്ല മുതലാളി. ശരി. ഇതെന്താടി ഇങ്ങനെ ചോദിച്ചിട്ട് പോയത്? അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ചോദിക്കും. പെണ്ണുങ്ങളെ കാണുന്നേ ഇഷ്ടമല്ല. ആ അതാ അതുകൊണ്ടായിരിക്കും. പണി ചെയ്താണ്ട് വരുന്നു. ഏ പെണ്ണുങ്ങളെ, എന്തോ? പാടത്തെ പണി കഴിഞ്ഞോ? ഇല്ല മുതലാളി. ശരി. ഇത് പിന്നെയും ചോദിക്കുന്നില്ല, എന്താണ്? ആ ഇത് ഇങ്ങനെ തന്നെ ആണോ? ഇങ്ങനെ സ്ഥിരം പരിപാടി ഇത് കണ്ടില്ലയോ? ആ. എടി പെണ്ണുങ്ങളെ, എന്തോ? പാടത്തെ പണി കഴിഞ്ഞോ എന്ന്? മുതലാളിയെ ആ. ഇപ്പൊ 2-3 പ്രാവശ്യം ആയല്ലോ മുതലാളി ഇങ്ങനെ വന്ന് ചോദിക്കുന്നത്. ആ. എന്തോ കാര്യം? അല്ല, പാടത്തെ പണി വരമ്പത്ത് കുളി എന്നാണല്ലോ. അയ്യോ അത് അങ്ങനല്ല മുതലാളി, ഇല്ലേ? വരമ്പത്ത് കൂലീന്നാ. അങ്ങനാണോ? ആ വെറുതെ എന്റെ സമയം കളഞ്ഞല്ലോ കുഞ്ഞെ. മുതലാളിയെ ഓ, മുതലാളിയുടെ മോൻ ഗൾഫിൽ നിന്ന് വന്ന് കേട്ടല്ലോ. ഞാനും കേട്ടു. കേട്ടെന്നോ? എടി കൊച്ചുങ്ങളെ, ആ. കൊച്ചം കാണാതെ ഞാൻ എടുത്തോണ്ട് വന്ന എന്തോ മേലെ? നിങ്ങൾക്ക് രണ്ടുപേർക്കും തരാൻ വേണ്ടി ഇന്ന് അത് പിടിച്ചേ. ആ. ഇതെന്തുവാ? അത് ബെഫ്രിയു. ബക്രീദൊക്കെ കഴിഞ്ഞില്ലേ? ബക്രീദല്ലെന്ന്. ഇല്ല. ബെഫ്രിയു. എന്തോ മുതലാളി മനസ്സിലായില്ല. മണമുള്ള വെള്ളം. ഓ ഫ്രേ. ആ, ആ. ശരിക്കുള്ള സ്പ്രേ ഉണ്ടല്ലോ, ഇപ്പൊ ഇവിടെ അടിച്ചതാ. ആണോ? ഒരു കൊച്ചുങ്ങളെ, ആ, പിന്നെ ഇന്നലെ എത്ര പറ നെല്ലുണ്ടായിരുന്നു? ഇന്നലെ 5 പറ. 5 പറയണ്ട, നീ പറഞ്ഞാ മതി. അതല്ല മുതലാളി പറഞ്ഞേ. ആ. 5 പറയണ്ടെന്ന് അവള് പറഞ്ഞേ. 5 പറയണ്ട, ഇവള് പറഞ്ഞാ മതി എന്നാ ഞാനീ പറയുന്നത്. മുതലാളി പറഞ്ഞത് മനസ്സിലായില്ലയോ? ഇല്ല. പറയില്ലയോ പറ. ആ. അതിനകത്ത് 5 പറ നെല്ലുണ്ടെന്നാ പറഞ്ഞേ. അതാണോ പറഞ്ഞത്? ആ ഇപ്പൊ ഭയങ്കര നഷ്ടമാ. പണ്ടത്തെ കണക്കല്ല. ഇപ്പൊ നെല്ല് കുറവാ. പണ്ടെന്തൊക്കെ പറഞ്ഞാല് ഒരു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ. ആ. ഇപ്പൊ ആഠ്യത്തിനൊന്നും ഒരു കുറവുമില്ല. ആ. പക്ഷെ ഇപ്പോഴും ഞങ്ങളുടെ പഠിപ്പുര ഭാഗത്ത് നിന്നിട്ട് ഞാൻ രാത്രി ഇറങ്ങി നോക്കും, അത്താഴ പശുക്കാരെല്ലാം ഉണ്ടോ എന്ന്. അത് അതുവഴി വന്ന പെണ്ണുങ്ങളെ നോക്കുമല്ലേ? ഏ? ആ. അങ്ങനൊന്നും പറയണ്ട കേട്ടോ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മുതലാളി. ആ. മുതലാളിയുടെ ഭാര്യ മരിച്ചിട്ട് ഇത്രയും നാളായിട്ട് മുതലാളി എന്താ രണ്ടാമതൊരു കല്യാണം കഴിക്കാഞ്ഞ്? സത്യം പറയാമല്ലോ, ആ. നിങ്ങളോടായിട്ടുള്ള നേര് പറയാം. ആ. അവള് മരിച്ചതിന് ശേഷം ഇന്നവരെ എനിക്ക് ഒരു പെണ്ണുങ്ങളോടും ഒരു കൃഷി തോന്നിയിട്ടില്ല. കൃഷിയോ? ഈ കാണുമ്പോ ഉണ്ടാകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ക്രഷ്. ആ, എനിക്കറിയാവുന്നതല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആ, ഒരു കൊച്ചേ, ഓ. നിന്റെ കല്യാണം കഴിഞ്ഞാണോ? അയ്യോ, കഴിഞ്ഞതാ. എത്ര കുട്ടികളുണ്ട്? അത് 2. ഒരു കൊച്ചേ, ആ. നിന്റെ കല്യാണം കഴിഞ്ഞാണോ? അയ്യോ ഇല്ല മുതലാളി. ഹാവ്. എന്താ മുതലാളി? അല്ല, ഒരു അളിഞ്ഞ ഏമ്പക്കം കയറി വന്നതാ. ഇത് ഏമ്പക്കൊന്നുമല്ല, ഇത് ഏതാണ്ട് ഏനക്കേടാ. പിന്നെ നാളെ രാവിലെ ഇവിടുന്ന് കയറ്റി വിടേണ്ടെന്നല്ല. ആ. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ നിന്ന് 2 പേരും കൂടി ഇത് മെതിച്ച് തീർക്കണം. അയ്യോ അത് പറ്റത്തില്ല. അതെന്നാ? ഞങ്ങൾക്ക് വീടും കൂടിയൊക്കെ ഉള്ള ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. അയ്യ, അത് കുഴപ്പമില്ലെന്ന് വീട്ടിൽ ഞാൻ വിളിച്ച് പറഞ്ഞാ പോരെ. അത് തന്നെയല്ല, ഞാൻ ഇവിടെ നോക്കി നിൽക്കാനുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു നോക്കത്തി അങ്ങ് മാറ്റിയ പോരെ? അതെന്തിന്? ഒരു പാടത്തൊരു നോക്കൂത്തി മതി. ഏ? ആ. മതി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.